ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫറിൽ വന്നേക്കണ വർക്കാണ്. ഓഫറിൽ പർച്ചേസ് ചെയ്തതാണ് 999 രൂപയുടെ ഓഫറിൽ. അതായത് എഞ്ചിൻ ഓയിൽ, വാട്ടർ സർവീസ് ബോഡി വാഷിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ജനറലായിട്ട് വന്ന സർവീസ്, അതായത് ഡീറ്റെയിൽഡ് ജനറൽ സർവീസും അതിനകത്ത് വന്നേക്കണതാണ്. അത് 999 രൂപ ഓഫറിൽ നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് അതിനകത്ത് ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ് പറഞ്ഞേക്കണ കൂടാണ്ട് സ്ലോ സ്പീഡ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ കംപ്ലയിൻസ് ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. ബ്രേക്ക് കുറവും അതേപോലെ തന്നെ സ്ലോ സ്പീഡ് കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈനറിൻ്റെ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണത് കൊണ്ട് ബാക്ക് വീൽ ഇപ്പോൾ നമ്മൾ തൽക്കാലം അഴിച്ചിട്ടില്ല. പക്ഷേ നമുക്കതുമ്പോൾ നോക്കുമ്പോൾ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും. അതേപോലെ തന്നെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കത് വേറെ മേജറായിട്ടുള്ള ബ്ലോക്കൊന്നും വന്നിട്ടില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്, ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഭാഗം നമ്മൾ അഴിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. തേമാനം എന്തെങ്കിലും ഉള്ള പാർട്സുകളുണ്ട്, മാറ്റാറായിട്ട് എന്തെങ്കിലും പാർട്സുകളുണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മളത് അഴിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ വേറെ പ്രോബ്ലം ഒന്നും പറയത്തക്ക കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവൊക്കെ എനിക്കൊന്നും ഇടയ്ക്ക് മാറ്റിയേക്കണമാണ്, ഫ്രഷായിട്ടാണ് കാണണം കേട്ടോ. പിന്നെ അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ബെൻഡെക്സും വർക്ക് ചെയ്യണതൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് നമുക്ക് കിടക്കുന്നത്. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എയർ അടിച്ചാൽ പൊടികളൊന്നും കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ്, ഈ യൂണിറ്റുമ്പോൾ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നസ് കണ്ടതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് അതുകൂടി ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് ക്ലച്ച് ഗ്രീസിങ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വർക്ക്. അപ്പോൾ അതും നമുക്ക് ജനറൽ സർവീസിന് അത് ആഡ് ചെയ്ത് നമ്മളത് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഡ്രമ്മിനൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച്, അതായത് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് നല്ല രീതിയിലൊന്ന് ഗ്രിപ്പാക്കി കയറ്റിയിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ലീക്കേജ് ചെറിയൊരു ലീക്കാണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളത് അഴിക്കേണ്ടതോ ഗ്യാസ്കറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും ഇല്ല. നമുക്കതുമ്പോൾ ട്യൂണിങ്ങോ അഡ്ജസ്റ്റിങ്, അത് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റിങ്, അതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ കാർബറേറ്ററിന് ഏകദേശം ഒരു 500 രൂപയൊക്കെ നമുക്ക് ചിലവ് വരും. കാരണം ഞാൻ കാർബറേറ്റർ ക്ലീനർ വരും, പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ ജെറ്റുകൾ ഏതെങ്കിലും ബ്ലോക്കിൻ്റെ ജെറ്റ് മാറ്റേണ്ടി വരും, അതിൻ്റെ ലേബർ ചാർജൊക്കെ ഒരു അഡീഷണൽ തരാം. അപ്പോൾ അത് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യില്ല, കാരണം അതിനുള്ള കംപ്ലയിൻറ്റോ വേറെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ സ്ലോ സ്പീഡിൽ നിൽക്കായി അങ്ങനെ പ്രശ്നങ്ങളല്ല. ഇപ്പം നിലവിൽ ഇത് സ്ലോ സ്പീഡ് ഇച്ചിരി കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്തേക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ഗ്രീൻ ബുഷ്, ഈ ഷോക്കിൻ്റെ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഇതുണ്ടോ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാം. ലിങ്ക് ബുഷോടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് മൺകാട് ഓൾറെഡി പൊട്ടി നിൽക്കണം കേട്ടോ. ഇവിടുത്തെ പൊട്ടൽ മാത്രമല്ല, നമ്മുടെ ഈ സൈഡ് പിടിക്കുന്ന ഈ ബോൾട്ട് കൊണ്ട് വരുന്ന ഭാഗമൊക്കെ പൊട്ടിയിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കിടന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫൈബറാണ്, അത് മാറ്റി കളയാനായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമായാലും ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉണ്ട്, ക്ലീൻ ചെയ്ത് നമുക്ക് ഇട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതേപോലെ കേബിളുകളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും കേബിളുകളൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി നോക്കുമ്പോൾ 2024 മോഡൽ ബാറ്ററി ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, 12.89 റേഞ്ചിൽ വരെ തന്നെയുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല നല്ലത്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് കൂടി ഒന്ന് അഴിച്ച് പ്ലഗ് നമുക്ക് അഴിക്കാനായിട്ട് നല്ല ടൈറ്റിലിരിക്കണം കേട്ടോ. അത് അഴിച്ച് കിട്ടുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഒടിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ആ രീതിയിൽ ഓടട്ടെ. നമുക്ക് പിന്നീട് എന്തെങ്കിലും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അഴിച്ചാൽ മതി. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അഴിക്കാണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ നമുക്ക് അഴിച്ചിട്ട് കൂട്ടത്തേക്ക് ഒടിഞ്ഞാൽ പോലും നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമുക്കിപ്പോൾ അതിന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, കാരണം ഇപ്പോൾ നിലവിൽ വേറെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ ഓയിൽ ബോൾട്ട്, വാഷ് ഓറിങ്, അത്ര ഐറ്റംസ് കൂടി നമ്മളെ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിനകത്ത് നമുക്ക് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടതായിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷ് മാറ്റേണ്ടതായിട്ടുണ്ട് ഈ ഷോക്കിൻ്റെ. പിന്നെ ഈ ഫ്രണ്ട് മൺകാട് അവൈലബിൾ ആണോ എന്ന് നോട്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ റേറ്റ് കൂടിയും പറയാം. കാരണം ഇതിങ്ങനെ കിടന്ന് ഫ്രണ്ട് വീലായതുകൊണ്ട് തന്നെ മുകളിലൊരു ബോൾട്ടും ഈ ഒരു സൈഡിൽ ഇതുമ്പോൾ നിൽക്കണ സംഭവം.
ഫ്രണ്ട് വീലായതുകൊണ്ടൊരു റിസ്ക്കാണ്. എന്തെങ്കിലും ഓട്ടത്തിൽ എന്തെങ്കിലും പൊട്ടിപ്പോരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീലിൻ്റെ ഫ്രണ്ടിലേക്ക് അടിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് പറയാം. ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമുക്ക് നിലവിൽ ബാക്കിയത്തെ സർവീസിനകത്ത് വന്നേക്കണതാണ്. അതിനകത്ത് നമുക്ക് കൂടി അഡീഷണൽ ആയിട്ടൊന്ന് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ആ ഫ്രണ്ടിലെ ഗ്രീൻ ബുഷും മാത്രമാണ് നമുക്ക് പാർട്സായിട്ട് വരുന്നത്. പിന്നെ മൺകാട് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. ബാക്കിയത്തെ നമുക്ക് ഓഫറിലുള്ളതാണ്, വേറെ ചാർജുകളൊന്നും തന്നെ വരില്ല. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം.